ഹായ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു തരത്തിലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു വീഡിയോന് വരുന്ന കമൻറ്റോ അതിനുള്ള റിയാക്ഷൻസോ ഒന്നും നമ്മൾ ഇടാറില്ല. നമ്മൾ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നൊരു കമൻറ്റാണ് ഇത്. കുറച്ച് ദിവസമായി വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ ഒരു ചേർത്തലയത്തെ വീട്ടിൽ വന്നൊരു കമൻറ്റാണ് കേട്ടോ. ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുണ്ടാവും. നല്ല വരുമാനമുണ്ടല്ലോ, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ നോക്കിയാൽ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അവൻ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം മൂത്രത്തിക്കല്ലായിട്ട് ഹോസ്പിറ്റലിൽ പൈസ കൊടുത്തിരുന്നു. പക്ഷെ അത് എനിക്ക് നമ്മളിങ്ങനെ പണിയെടുക്കുന്ന കാരണം കൊണ്ട് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട്, അല്ലേ? ആരോട് കടം ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളിത് ഇയാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ കമന്റ് ഇതിലിടുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ എന്താ പറയുക ഞരമ്പ് രോഗമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് റിയാക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ചധികം പേരും ആൾ പണിയെടുത്തുണ്ടാക്കുന്നതല്ലേ നിനക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വല്ല പണിക്കും പോടോ എന്ന് വേറൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു ചേട്ടൻ ഒരുപാട് സമയം മെനക്കെടുത്തിയിട്ടാണ് കേട്ടോ ഈ കമന്റ് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കമന്റ് കണ്ടപ്പോഴാണ് നമുക്ക് ഇതേപോലെ ഒരു റീൽസ് ഇടണം തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഇട്ട ചേട്ടന് ഞങ്ങളെ കുറിച്ചിട്ട് A to Z അറിയാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ എഫേർട്ട് എത്രയാണ്, ഞങ്ങൾ എന്തൊക്കെ ചെയ്യണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ 14 ജില്ലയിൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഓടുന്നത് ഇതൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാർ കാണുന്നുണ്ട്, അല്ലേ? പിന്നെ ഈ എഫേർട്ടിന്റെ ഒരു ഇതാണ് കേട്ടോ. ഈ സമയം നോക്കിയാൽ നിങ്ങൾക്കറിയാം, സമയം ഇപ്പോൾ രാത്രി 1:30 ഞങ്ങൾ സൈറ്റിലെല്ലാം പോയി വന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഇത് ചെയ്യാം. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് കമന്റ് ഇട്ട പയ്യനോടൊക്കെ എന്താ പറയാനുള്ളതെന്ന് അറിയാം. ഞാൻ അപ്പൊ തന്നെ ഒരു റിപ്ലൈ കൊടുത്തിരുന്നു. ഈ ഇത് മാറ്റാൻ വേണ്ടി ഇന്ത്യയുടെ കൊടി ഒന്ന് മാറ്റൂന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ കൊടിയിട്ട് ആശ്ചര്യചിഹ്നം ഇട്ടിട്ട് ഞങ്ങളാരാ, ഞങ്ങളെന്താണെന്ന് അറിയില്ല എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഞാൻ വീഡിയോയിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കണത്. ഇതിപ്പോൾ യൂട്യൂബിൽ വന്നതായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതിന് പ്രതികരിക്കുന്നത്. ഫേസ്ബുക്കിൽ 100 ഇരട്ടി തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ആരും അയക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയിട്ട് കമൻറ്റ് ചെക്ക് ചെയ്യാം. പിന്നെ പിന്നെ ജെൻസിൻ്റെയാണ്. അത് അവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. വേണ്ട ആൾക്കാർ നമ്മളെ ഡയറക്റ്റ് വിളിക്കണു. അപ്പോൾ അവർ റീൽസ് ഉണ്ടാവും വിളിക്കുക. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറഞ്ഞാൽ വർക്ക് വീട് വെക്കാൻ ഇഷ്ടമുള്ള നമ്മളെ ചാനലിരുന്ന് കാണും, അല്ലാതെ അത് ഒഴിവാക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ തന്നെ പറയണ്ടേ ഈ ഒന്നിനും സമയം വെച്ചാൽ ഒരു കഴിവില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ യൂട്യൂബിൽ കമന്റ് ഇടുന്നത്. നമ്മൾ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ചോദിച്ചിരുന്നു. അത് സത്യമാണ്. സ്വന്തം പേര് പോലും വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ധൈര്യമില്ല. സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഒരാള് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ സ്വഭാവം എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? ഞാൻ ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതേപോലെ എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ വിശ്വാസിയാണോ അല്ലേ, അതായത് ഒരാളെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ആൾ ഷെയർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഒരു FB നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാർക്ക്, സ്ഥിരം വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അതാണ് അടുത്തറിയുമ്പോൾ ആളെ സ്വഭാവം അറിയുമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇന്ത്യയുടെ കൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കമൻറ്റ് നമുക്ക് ഇടുന്ന സമയത്ത് ഒരു മിനിമം ബേസിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് ആൾ മനസ്സിലാക്കണം, വേണ്ടേ? എന്നിട്ട് വേണം. അതായത് ഒന്നിനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഒരിക്കലും ഇങ്ങനെ കമന്റ് ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ RASKV എന്നുള്ള ചേട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടാട്ടോ ഈ കമന്റ് ഇട്ടിരിക്കണേ. അതുകൊണ്ടാണ് നമ്മളതൊരു റിയാക്ഷൻ ചെയ്യുന്നത്. അതിൽ ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഇടോ മനസാക്ഷി ഇല്ലാത്തവനെ, അവർ എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? കഠിനാധ്വാനം ചെയ്താണ് അവർ പണമുണ്ടാക്കുന്നത്, അല്ലാതെ ആളുകളെ പറ്റിച്ചല്ല. നിങ്ങൾ അവരുടെ ജോലിയെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഒരാൾ വളർന്നു വരുമ്പോൾ ഇത്രയും വൃത്തികെട്ട മനസ്സുമായി വന്ന് കമൻ്റ് ഇടരുത്. ഈ ചേട്ടനും ചേച്ചിയും അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുകയല്ല, മറിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത്. നല്ല വരുമാനമുണ്ടല്ലോ, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ നോക്കിയാൽ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും എന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത്? കഷ്ടം തന്നെ. ഇങ്ങനെയുള്ള മനസ്സുമായി ജീവിച്ചാൽ വൈകാതെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരും. അധ്വാനിക്കുന്നവരെ കണ്ടുപഠിക്കൂ, അവരുടെ വളർച്ചയെ സന്തോഷിക്കാൻ ശീലിക്കൂ. എന്നിട്ടും നിങ്ങൾക്ക് ഇതുപോലെ പുതിയ ആശയങ്ങൾ വികസിപ്പിക്കാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും നോക്കൂ. അല്ലാതെ തോന്നിവാസം വിളിച്ചു പറയരുത് പ്ലീസ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ, ഇതൊക്കെ ഞങ്ങൾക്ക് പറയണം തോന്നിയാലും ഇത്രയും ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളത്
മെനക്കെടില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ആ ചേട്ടൻ ഇത്രയും ടൈപ്പ് ചെയ്തോണ്ടാട്ടോ ഞാനിപ്പോ ഈ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഇത്രയൊന്നും പറയാൻ എന്നെ കൊണ്ട് ഓർമ്മ ഉണ്ടായിരിക്കില്ല. അതോടുകൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ ഇതൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കിയിട്ടത്. ഈ ഒരു വീഡിയോനാണ് ആള് കമന്റ് ഇട്ടത്. താല്പര്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ ഈ വീഡിയോ പോയി കണ്ടു നോക്കും. അതിന് നമ്മൾ കഷ്ടപ്പാടും അത് മാത്രമല്ല, നമ്മളിപ്പോൾ ആള് പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സങ്കടമില്ല. ഇതിന് തുടക്കകാലത്തെയും എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ട് മനസ്സിലാക്കിയത് ഇതുമാതിരിയുള്ള നല്ല ഫോളോവേഴ്സാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട്, ഞങ്ങൾ നല്ല കഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിന് അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. ഇങ്ങനത്തെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 റുപ്യ ഉണ്ടാക്കാൻ നോക്കുക. അല്ലാണ്ട് വെറുതെ ഇതേപോലെ ഇരുന്നിട്ട് ഫേസ്ബുക്കിലും എന്തെങ്കിലും ഇരുന്നിട്ട് കമന്റ് ഇട്ടിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. പിന്നെ നിങ്ങൾ ഓരോ കമന്റും ഞങ്ങൾക്ക് മറ്റേ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ റീച്ചിന് നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കമന്റുകൾ ഇടുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇതേപോലത്തെ നല്ല ആൾക്കാരുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ.